എന്താ മാതിരി ഒരു നല്ല കർമ്മം നടക്കുമ്പോ കൈയടിച്ചൂടെ? അതും ഓട്ടോ ഡ്രൈവറായിരുന്ന ജോബ് 50 ലക്ഷം ഇതുപോലെ പലതും വാങ്ങിയിട്ടുണ്ട്. കാറ് 2 എണ്ണം ഇതൊക്കെയാണ്. ഓട്ടോ ഡ്രൈവർ ഇതൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യണ്ടേ? ഈ ഒരു കാര്യം പറയട്ടെ, ഈ മലയാളികൾക്കുള്ള ഒരു ദോഷം എന്താണെന്ന് അറിയോ? മലയാളികള് നല്ലത് കണ്ട കൈയടിക്കുകയാണ്. ആരെങ്കിലും വല്ല കുഴി പോയി വീണ് കഴിഞ്ഞാൽ അടിച്ച് ആഘോഷിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കൈയടിച്ചാൽ നാളെ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ ആൾക്കാരുണ്ടാവും. ഇനി കൈ നന്നായി അടിച്ചാൽ നല്ല ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കൂടും. ഓക്കെ, അപ്പൊ റെഡിയല്ലേ? ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ധൈര്യമായിട്ട് കൈയടിക്കും, മനസ്സ് നന്നാവും, തെളിയും. ഹലോ ജോബെ, നിനക്ക് തോന്നുന്നുണ്ടോടാ കോച്ച് 50 ലക്ഷം കൊടുക്കുമെന്ന്? നിനക്ക് തോന്നുന്നുണ്ടോ? കാണ്, കണ്ണ് തുറന്ന് കാണ്. 49 ലക്ഷം രൂപയുടെ ചെക്കാണ്. കണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞ്, ഇതൊന്നും കോച്ച് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് വഞ്ചിച്ച് പറ്റിച്ച് ഈ റാങ്ക് ക്വാളിഫൈ ചെയ്ത ക്രൈറ്റീരിയ മാത്രം ചെയ്യേണ്ടിയിരുന്ന കുറേയധികം പാവങ്ങളെ പറ്റിച്ച് ഇവിടെ നിന്ന് തൂക്കിക്കൊണ്ടുപോയി. കഷ്ടപ്പെട്ട് നേടിയെടുത്തത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നഷ്ടപ്പെടുത്തി പോയ അവർ ഓരോരുത്തരും കോച്ചെ വിശ്വസിച്ച് ഇവിടെ നിന്നതിന്റെ ഫലം, ഫിജിക്കാരനെ വിശ്വസിച്ച് ഇവിടെ നിന്നതിന്റെ ഫലമാണ് മക്കളെ ഈ കാണുന്ന 50 ലക്ഷം രൂപയുടെ ചെക്ക്. വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കമ്പനിയാണ് ഫിജിക്കാരൻ. വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക, കണ്ണു തുറന്ന് കണ്ടോ, നോക്കിക്കോ. 49 ലക്ഷം രൂപയുടെ ചെക്ക്, 50 ലക്ഷത്തിന്റെ ടാക്സ് കട്ട് ചെയ്ത് 49 ലക്ഷം രൂപയുടെ ചെക്ക് കാണാൻ കണ്ണുണ്ടെങ്കിൽ കണ്ണു തുറന്ന് വീണ്ടും വീണ്ടും എണ്ണിക്കോ. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, അങ്ങനെ 49 ലക്ഷം രൂപയുടെ ചെക്കാ മക്കളെ. കണ്ടോ? താങ്ക് യു. ഈ നേരത്തെ പറഞ്ഞതൊക്കെ നാളത്തെ സോഷ്യൽ മീഡിയയിൽ വരാൻ പോകുന്ന നെഗറ്റീവാ. കാശ് കിട്ടിയില്ല, ജോബിക്ക് പണം കൊടുത്തു വിട്ടു മാത്രമുള്ളൂ. അപ്പോ പിന്നീട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നാലെ വരും, അടുത്ത് ഇടാൻ മറക്കായിരിക്കും കേട്ടോ. അതുപോലെ സ്വപ്ന, സബിത ഇവരൊക്കെ ഓരോ കോടി കൊടുത്തപ്പോ എന്നോട് കുറച്ചു പേര്, അത് ഈ ടീമിലല്ല, ഇവിടുന്ന് പോയ ടീമിൽ പെട്ട ആൾക്കാര് എന്നെ വിളിച്ച് പറയാം, സാറേ ആ ഒരു കോടി കിട്ടിയ വഴിക്ക് അവർ മുങ്ങും, അത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കാന്ന്. ഇവരൊക്കെ കൂടി ഇന്നിപ്പോ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, എന്നെ ഇത്ര നല്ല ഉപദേശം എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. വിളിച്ചെന്തിനാന്ന് നമുക്കറിയാം, എന്നാലും എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതിന് പ്രത്യേകം നന്ദി. ഇനി അവര് വന്നാലും പോയാലും എനിക്ക് 23 ബിസിനസ്സിൽ 22 ബിസിനസ് ഉണ്ട്. അതിലൊരു ബിസിനസ് 163 വർഷം മുമ്പ് തുടങ്ങിയതാ. അതുകൊണ്ട് ഫിജിക്കാട്ട് തുടങ്ങിയിട്ട് കഞ്ഞി കുടിക്കാൻ വന്നതല്ല, ഇതിന്റെ പാഷൻ ഉള്ളതുകൊണ്ട് എന്നെ പോലെ 10,000-കണക്കിന് കോടീശ്വരന്മാരെ മുതലാളിമാരെ സൃഷ്ടിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു. അപ്പൊ മതിയായി. ഇതിപ്പോ അടുത്ത് വരും. 49 വാങ്ങി, ഇനി ജോബിനെ കാണില്ല, മുങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പുറത്തെ ലക്ഷങ്ങൾ കൊടുത്ത് ജോബിനെ വാങ്ങാൻ ആൾക്കാർ കാത്തിട്ടുണ്ട്. പല ജാതി കാര്യങ്ങൾ വരും. പക്ഷെ ജോബ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒറ്റത്തന്തയ്ക്ക് ജനിച്ചാണെന്ന് ജോബിന് മനസ്സിലായി. അതുപോലെ എനിക്കും ആ ഉറപ്പുണ്ട്. എന്റെ ഒഫീഷ്യൽ നെയിം ജോബെന്ന് മാത്രമാണ്. പക്ഷെ ഞാൻ എന്റെ അപ്പന്റെ പേര് കൂടി ചേർത്താ എല്ലായിടത്തും പറയുന്നത്, ജോബ് യോഹന്നാൻ. ആ യോഹന്നാന്റെ പേര് അവിടെ തന്നെ ഉണ്ടാകും ഉറപ്പായിട്ടും, ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും. താങ്ക് യു. ജോബ് സാർ പറഞ്ഞതുപോലെ